അല്ല, അത് ഒരു റൗണ്ട് കഴിഞ്ഞ് അത് അടുത്ത റൗണ്ടിൽ അത് ഫിനിഷ് ചെയ്യും. അത് വലിയ വാശിയുള്ള തർക്കങ്ങളോ വാശി പിടിച്ച കാര്യങ്ങളോ ഒന്നുമില്ല. അത് ചില സീറ്റുകൾ ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് കൊടുക്കും, ചിലപ്പോൾ അവർ ജയിക്കും, സാധ്യതയുണ്ട്. അവർ തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ ചിലത് ഞങ്ങൾ തരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയൊന്നുമില്ല, പരസ്പര സമ്മതത്തോടുകൂടിയുള്ള കളമശ്ശേരി പോലത്തെ സ്ഥലങ്ങളിൽ അല്ല, അതൊന്നും ഒരു സീറ്റ് ഞാൻ പറയില്ല. അങ്ങനത്തെ ഒരു സീറ്റും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു റൗണ്ട് ചർച്ച കഴിഞ്ഞേ ഉള്ളൂ. ഫൈനൽ അടുത്ത റൗണ്ടിൽ ചർച്ച തീരും. ഒറ്റ ടേബിളിൽ തീരാവുന്ന വിഷയങ്ങളിലെല്ലാം ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ടേബിളിൽ തീരും, ഒരു തർക്കമില്ല. അത് ആദ്യത്തെ റൗണ്ടിൽ അത് ചെയ്യണമെന്ന തീരുമാനം. 27-ാം തീയതിയിലേക്ക് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് ഈ മാസം അവസാനത്തോടുകൂടി കടക്കും. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. എല്ലാ ബൈ ഇലക്ഷൻസിലും ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ അനൗൺസ് ചെയ്ത് വിത്തിൻ 3-4 മണിക്കൂറിനകം നമ്മൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അറിയാലോ. ആ ഒരു മോഡിൽ വളരെ നേരത്തെ തന്നെ 13-ാമത്തെ മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന പരിപാടി ഇപ്രാവശ്യം ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്രാവശ്യം സ്ഥാനാർത്ഥികളാകും. ഒറ്റ കാര്യമാണ്, ഈ എം പിമാരെ മത്സരിക്കുന്ന അതൊന്നും തീരുമാനിച്ചു, ഒരു ചർച്ച നടന്നിട്ടില്ല. ഇന്ന് ചർച്ചയില്ല. ഇല്ല.